ദൈവത്തെ അവൻ ഒരുപോലെ വിശ്വസിച്ച ഒരു അബ്രഹാമും, അതേപോലെ ദൈവശബ്ദത്തെ സംശയിച്ച ഒരു സാറയും ഒരു വീടിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് നമ്മുടെ ഒരു ആത്മീയ ഗോളത്തിനകത്ത് അവൻ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. ദൈവശബ്ദത്തെ അതുപോലെ വിശ്വസിക്കുന്ന ഒരു കൂട്ടരും ദൈവശബ്ദത്തെ അതുപോലെ സംശയിക്കുന്ന ഒരു കൂട്ടരും നമ്മുടെ ഈ ആത്മീയ ഗോളത്തിനകത്തുണ്ട്. പ്രത്യേകിച്ച് ഒരു സഭ എന്ന പെർസ്പെക്റ്റീവിനകത്തേക്ക് വരുമ്പോൾ, നമ്മൾ ഒരു ദൈവശബ്ദം കൈമാറുമ്പോൾ, ഒരു പ്രവചനമായിക്കോട്ടെ ഒരു വാക്തത്വമായിക്കോട്ടെ, നമ്മളിത് കൈമാറുന്ന സമയത്ത് അതിനെ അബ്രഹാമിനെ പോലെ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുന്ന ഒരു കൂട്ടരും ഉണ്ട്. അതുപോലെ സാറയെ പോലെ അവൻ ആ ദൈവശബ്ദത്തെ അത് ഫിൽട്ടർ ചെയ്ത്, ഇത് എൻ്റെ സാഹചര്യത്തിനകത്ത് ഇത് സംഭവിക്കുമോ, എൻ്റെ ഇപ്പോൾ ഞാൻ പോകുന്ന പ്രതികൂലത്തിനകത്ത് എനിക്ക് ഇതുപോലെ വെളിപ്പെട്ട് വരുമോ എന്ന് ഫിൽട്ടർ ചെയ്ത് അതിനെ പരിഹസിക്കുന്ന ഒരു കൂട്ടരുമുണ്ട്. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ഒരു ദൂത് ഞാൻ കൈമാറാം. നീ കേൾക്കുന്ന ദൈവശബ്ദം നിനക്ക് അതുപോലെ വിശ്വസിച്ച് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ഈ ദിവസങ്ങളിൽ നീ അസാധാരണമായ ഒരു ദൈവ പ്രവൃത്തി കാണുവാനായിട്ട് ഇടയായി തീരും. ദൈവശബ്ദത്തെ അതുപോലെ വിശ്വസിക്കുന്നതിന് വേണ്ടി അസാധാരണമായ ദൈവ പ്രവർത്തികൾ ചലിക്കുന്നത് വേദപുസ്തകം ഉടനീളം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിശ്വസിച്ച് പിടിച്ച അബ്രഹാമും അതിനെ ഉള്ളുകൊണ്ട് ചിരിച്ച് ആ ദൈവശബ്ദത്തെ നോക്കിക്കണ്ട ഒരു സാറയും ഒരേ വീടിനകത്ത് തന്നെയാണുള്ളത്. ഇത് പറയുമ്പോഴും നിങ്ങളുടെ ഭവനങ്ങളെ നോക്കി എനിക്ക് പറയാൻ കഴിയും. ഇതിനകത്ത് കുടുംബമായി ജോയിൻ ചെയ്തവർ വളരെ ചുരുക്കമാണ്. എന്നാൽ ഓരോ വ്യക്തികളായിട്ട് ജോയിൻ ചെയ്തിരിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുക, നിന്റെ വീടിനകത്ത് നീ ഒരാളെ ഉള്ളെങ്കിലും നീ മുറുകെ പിടിച്ച വിശ്വാസം അത് ഉറപ്പുള്ളതാണെങ്കിൽ, നീ വിശ്വസിച്ച കർത്താവിൽ നിനക്ക് പൂർണ്ണമായി ആശ്രയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിന്റെ വിശ്വാസം നിന്റെ വീടിനകത്ത് അസാധാരണമായ ദൈവപ്രവർത്തികളെ കൊണ്ടുവരും. ഈ ദിവസങ്ങളിൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്, ചില വീടുകൾക്കകത്ത് ഭയങ്കരമായ ദൈവപ്രവർത്തികൾ ചലിക്കാൻ പോകുകയാണ്. നീ കേട്ട ദൈവശബ്ദങ്ങൾ അതുപോലെ നിറവേറുന്ന സമയങ്ങളാക്കി ഈ 2025 ഈ ഒക്ടോബർ മാസവും ഈ 11-ാം തീയതിയും ചിലത് അതുപോലെ സംഭവിക്കാൻ പോകുകയാണ്. വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് തിരുവചനം പറയും. ദൈവം തന്നോട് അരുളി ചെയ്തത് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് തിരുവചനം പറയുമ്പോൾ, ഇന്ന് പകലിലും ഇതിനകത്ത് വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തെ നോക്കി ആത്മാവിൽ പ്രവചിക്കാം. നിങ്ങൾ മുറുകെ പിടിച്ച വിശ്വാസം വെറുതെ പോകത്തില്ല. നിങ്ങൾ കേട്ട ദൈവശബ്ദങ്ങൾ വെറുതെ പോകത്തില്ല. നിങ്ങൾ ആമേൻ പറഞ്ഞ് സ്വീകരിച്ച വാഗ്ദത്തങ്ങൾ വെറുതെ പോകത്തില്ല. ഇത് മുഴുവനും നിവർത്തിയാകുന്ന ഒരു സമയം നിങ്ങളുടെ മുൻപാകെ വേഗത്തിൽ വന്നു ചേരുമെന്ന് പരിശുദ്ധയാത്മാവിനോട് പ്രവചിക്കാൻ പറയുകയാണ്. ഇന്ന് പകൽ ഞാനിത് പറയുമ്പോഴും ഇതിനകത്തുള്ള ചില സഹോദരിമാരെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കാം. നിങ്ങൾ നിങ്ങളുടെ വീടിനകത്ത് ഒറ്റയ്ക്കാണ് നിൽക്കുന്നതെങ്കിൽ, നിങ്ങൾ മുറുകെ പിടിച്ച വിശ്വാസത്തിന് വേണ്ടി നിങ്ങൾ ഒറ്റയ്ക്കാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ, ഞാൻ ആത്മാവിൽ പ്രവചിക്കാം, നിന്റെ പ്രാർത്ഥനകൾ വെറുതെ പോകത്തില്ല, നിന്റെ വിശ്വാസം വെറുതെ പോകത്തില്ല. നീ കേട്ട ദൈവശബ്ദങ്ങൾ ഒന്നും മുടങ്ങിപ്പോകത്തില്ല. കൃത്യസമയത്ത് അതിന്റെ പൂർണ്ണതയിൽ നിങ്ങളത് കാണുന്ന ഒരു സമയം ഈ വർഷം തീരുന്നതിന് മുൻപ് നിങ്ങളുടെ വീടിനകത്ത് വരുമെന്ന് ആത്മാവിനോട് പ്രവചിക്കാൻ പറയുകയാണ്. തിരുവചനം തുടങ്ങുമ്പോൾ ആദ്യമേ തന്നെ പറയുന്നത്, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ഇന്ന് പകലും ആത്മാവിൽ എനിക്ക് ഒരൊറ്റ ദൂത് പറയാനുണ്ട്. കർത്താവിനെ കൊണ്ട് കഴിയാത്തതായി ഒന്നുമില്ല. സാഹചര്യങ്ങളെ കൊണ്ട് ദൈവശബ്ദത്തെ അളക്കരുത്. സാധ്യതകളെ കൊണ്ട് നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെ അളക്കരുത്. ഇന്ന് പകൽ അളവുകോലുകളെല്ലാം ഒടിച്ചിട്ട് കേട്ട ദൈവശബ്ദത്തിൽ അതുപോലെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദൈവ കരത്തിന്റെ വലിപ്പം എന്താണെന്നും ദൈവ പ്രവൃത്തിയുടെ മാഹാത്മ്യത എന്താണെന്നും വെളിപ്പെടുത്തി തരുന്ന ഒരു സമയങ്ങളാക്കി ഈ ദിവസങ്ങളെ പരിശുദ്ധയാത്മാവ് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കരമൊക്കെ ഒന്ന് ഉയർത്തി ആമേൻ പറഞ്ഞതിനെ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ. ഈ ദിവസങ്ങൾ അസാധാരണമായ ദൈവപ്രവൃത്തി നിങ്ങൾ കാണാൻ പോകുകയാണ്. റോയ് പാസ്റ്ററെ, നിങ്ങളുടെ വീടിനകത്ത് ഭയങ്കരമായ ദൈവ ശബ്ദങ്ങൾ ഇറങ്ങി വരും കേട്ടോ. നിങ്ങൾ ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുക. രാത്രിയുടെ യാമങ്ങൾ അനേകം ദൈവശബ്ദങ്ങൾ പ്രാപിക്കുന്ന രാത്രികളായി തീരാൻ പോകുകയാണ്. ഒരുപാട് ദിനരാത്രങ്ങൾ അഭിഷക്തന്മാർ പ്രാർത്ഥിച്ചപ്പോഴത്തേരുമാണ് ദൂതന്മാർ ഇറങ്ങി ദൈവശബ്ദങ്ങൾ കൈമാറിയത്. പ്രാർത്ഥനയിലാണ് ദൈവശബ്ദങ്ങൾ ഇറങ്ങി വന്നത്. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കാം, ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ഇരിക്കുന്ന നിന്നോട് സംസാരിക്കാതെ എൻ്റെ കർത്താവ് പോകത്തില്ലെന്ന്. ഈ 40 ദിവസം തീരുന്നതിന് മുൻപ് ഒരു വ്യക്തമായ ദൈവശബ്ദവുമായി ഇതിനകത്ത് ഈ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് എഴുന്നേൽക്കുന്ന നിലവാരത്തിൽ ഒരു വലിയ ദൈവപ്രവൃത്തികൾ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളുടെ മേൽ, അഭിഷക്തന്മാരുടെ മേൽ പരിശുദ്ധയാത്മാവ് ചെയ്യാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇത് ഞാൻ പറയുമ്പോഴും എനിക്കറിയാം, ഈ ദൈവശബ്ദത്തെ ഇപ്പോഴും പല നിലവാരത്തിൽ നോക്കിക്കാണുന്ന അനേകരനെ കേൾക്കുന്നുണ്ട്. പക്ഷേ പ്രിയ ദൈവമക്കളെ, ഞാൻ ആത്മാവിൽ പറയാം, ദൈവശബ്ദത്തെ അതുപോലെ വിശ്വസിക്കുക. ദൈവശബ്ദത്തെ പരിഹസിക്കാതിരിക്കുക. ദൈവശബ്ദത്തെ സാഹചര്യം കൊണ്ട് അളക്കാതിരിക്കുക. സാറ ചിരിച്ചത് ഒരിക്കലും അതിനകത്ത് ആശ്ചര്യപ്പെടാനായിട്ടില്ല. കാരണം സാറ കേട്ട ദൈവശബ്ദം ഒരിക്കലും അവളെ കൊണ്ട് അംഗീകരിക്കാൻ കഴിയാത്തതാണ്.
ആമേൻ. അബ്രഹാമും സാറയും കേട്ട ദൈവശബ്ദം സാഹചര്യം കൊണ്ട് ഒരിക്കലും അവരെ കൊണ്ട് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. ഉദരവും ഗർഭവും ചത്തുപോയ അനുഭവത്തിനകത്തും ദൂതൻ ഇറങ്ങിയിട്ട് പറയുകയാണ്, അടുത്ത വർഷം ഈ സമയം ഞാൻ മടങ്ങി വരുമ്പോൾ ആമേൻ സാറ ഒരു മകനെ പ്രസവിക്കും. ആമേൻ. ഈ ദൈവശബ്ദം അവളുടെ അടുക്കൽ ഇറങ്ങി വരുമ്പോൾ അബ്രഹാമിനൊരു ഉറപ്പുണ്ട്. അബ്രാം എന്നതിൽ നിന്ന് അബ്രഹാമിലേക്ക് അവനെ മാറ്റിയ ഒരു ദൈവം ആരാണെന്ന് അവനൊരു ഉറപ്പുള്ളപ്പോഴും സാറയ്ക്ക് ആ ഉറപ്പ് വന്നിട്ടില്ല. കാരണം അബ്രഹാം അനുഭവിച്ചതുപോലെ ഒരു ദൈവ സാന്നിധ്യവും അബ്രഹാം അനുഭവിച്ചതുപോലെ ഒരു ദൈവശബ്ദത്തിന്റെ പൂർണ്ണതയും സാറ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പുതിയൊരു ദൈവശബ്ദം സാറയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവൾക്ക് വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഈ ദൈവശബ്ദം വീണപ്പോൾ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു. പുറമേ കാണിച്ചില്ല, പക്ഷെ ഉള്ളുകൊണ്ട് ചിരിച്ചു. പക്ഷെ അവൾ ഉള്ളുകൊണ്ട് ചിരിച്ചതുപോലും അവൻ ദൈവം കണ്ടിട്ട് അവളുടെ ഉദരത്തെ അടുത്ത വർഷം അതേ സമയമാകുമ്പോൾ ദൈവം നിറച്ച് അവൾ കേട്ട വാഗ്ദത്തത്തെ അവളുടെ കരത്തിൽ കൊടുക്കുകയാണ്. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ദൈവമക്കളെ നിങ്ങളെ നോക്കി പ്രവചിക്കാം. ചിലത് ഈ ദിവസങ്ങൾ നിങ്ങൾ പ്രാപിക്കും കേട്ടോ. ഈ ദിവസങ്ങളിൽ ചിലത് നിങ്ങൾ പ്രാപിക്കാൻ പോവുകയാണ്. നാളുകളായി വെയിറ്റ് ചെയ്ത് നിന്നത് മുഴുവൻ ഇത് ഞാൻ പറയുമ്പോൾ കർത്താവിനോട് ഇങ്ങനെ പ്രവചിക്കാൻ പറയുന്നത് എല്ലാവരോടുമല്ല, ചിലരെ നോക്കി കർത്താവ് പ്രവചിക്കാൻ പറയുന്നു. വർഷങ്ങളായി പെൻഡിങ് കിടക്കുന്ന ചിലതിനകത്ത് ഒരു ദൈവപ്രവൃത്തി ചലിക്കാൻ പോവുകയാണ്. എന്തോ ഈ ദിവസങ്ങൾക്കകത്ത് ഭയങ്കരമായി കാലങ്ങളായി വെയിറ്റ് ചെയ്ത് ഒരുപാട് നാളുകളായിട്ടും പെൻഡിങ്ങിനകത്ത് നിൽക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത് ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് ഒരു പ്രവൃത്തി അയക്കാൻ പോവുകയാണ്. ചിലത് വേഗത്തിൽ ഉളവായി വരുമെന്ന് കർത്താവിനോട് പ്രവചിക്കാൻ പറയും. ഇത് പറയുമ്പോൾ ഈ ജിബി മാത്യു എന്ന ആ ഫോണിനകത്തിരുന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരിയെ നോക്കി കർത്താവ് പ്രവചിക്കാൻ പറയുന്നു. സഹോദരി, നിങ്ങളുടെ ലൈഫിനകത്തിന് അസാധാരണമായ ദൈവപ്രവൃത്തി നടക്കാൻ പോകുന്നു. നിങ്ങളെ ഒരുപാട് കണ്ണുനീര് കൊണ്ട് നനച്ച കണ്ണുനീരുകൾ വീഴ്ത്തി പ്രാർത്ഥിച്ച ഒരു വിഷയം നാളുകൾ ഏകദേശം ഒരു 6 വർഷമായി പെൻഡിങ് കിടക്കുന്നത് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കുന്നു. വേഗത്തിൽ നിങ്ങളുടെ കരത്തിൽ വന്നു ചേരാൻ പോവുകയാണ്. ഈ ലാൻഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന പെൻഡിങ് വീണ ചില വിഷയങ്ങൾ നിങ്ങളുടെ ലൈഫിനകത്ത് പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുന്നുവെന്ന് ഇന്ന് പകലിലും ആത്മാവിനോട് ദൂത് വിളിച്ചു പറയുകയാണ്. വേഗത്തിൽ പരിശുദ്ധാത്മാവ് ചിലത് ചെയ്യും. വേഗത്തിൽ ചിലത് ഉളവായി വരും. ഇത് പറയുമ്പോൾ സകലത്തിന്റെയും ആരംഭം ഒരു ദൈവശബ്ദത്തിലാണ്. ഭൂമിയുടെ ഉത്ഭവം അത് ദൈവശബ്ദത്തിലാണ്. ഇല്ലായ്മയിൽ ഉളവായത് ഒരു ദൈവശബ്ദത്തിനകത്താണ്. ഇന്ന് പകൽ ഞാനിത് പറയുമ്പോഴും പല വീടുകളുടെ ശൂന്യതകൾക്കകത്തും ഒരു ദൈവശബ്ദം ഇറങ്ങി ഇന്ന് പകൽ ഉളവാക്കാൻ പോവുകയാണ്. ഭയങ്കരമായ സൃഷ്ടിപ്പുകൾ നടക്കുകയാണ്. ഞാൻ ഈ ദൂത് പറയുന്ന സമയത്ത് പല വീടുകളുടെ അവസ്ഥകൾക്കകത്തും ഭയങ്കരമായ സൃഷ്ടിപ്പുകൾ നടക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവിനോട് ദൂത് പറയുകയാണ്. രാമന ഹത്തൽ പ്രഭാതരാധന ഉടബ രഗതരഘടക ശമന ഹതുര പ്രഭാതന. ഒരുപാട് പരാജയങ്ങൾ മാത്രം കണ്ട് ഒരുപാട് വർഷങ്ങളായി ഒരു വിഷയത്തിനകത്ത് പരാജയം മാത്രം കണ്ടു നിൽക്കുന്ന ദൈവവൈതലെ നിന്നെ നോക്കി ആത്മാവിൽ പ്രവചിക്കാം. യഹോവയിൽ കഴിയാത്തതായി ഒരു കാര്യവുമില്ല. വചനം പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാ. ഇന്ന് പകലിലും ഇത് ഞാൻ പ്രവചിക്കുമ്പോൾ പല വീടുകൾക്കകത്തൊന്നും പരാജയത്തിന്റെ പരമ്പരകളെ കർത്താവ് എടുത്തു മാറ്റുകയാണ്. യഹോവൻ നിസിയായി കുടുംബങ്ങളുടെ മുകളിൽ ഇറങ്ങി വരുമെന്ന്. യഹോവൻ നിസിയായി ജയക്കൊടിയായി അവൻ നിങ്ങളുടെ വീടുകൾക്ക് മുകളിൽ എഴുന്നേറ്റ് നിൽക്കുമെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനോട് ആലോചന കൈമാറാൻ പറയുകയാണ്. തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഒരുപാട് അഭിഷക്തന്മാരുടെ ലൈഫിനകത്തും അവരൊരു വിജയത്തിലേക്ക് എത്തുന്നതിന് മുൻപ്, ഒരു ദൈവശബ്ദം അവരെ വിജയിപ്പിക്കുന്നതിന് മുൻപ് അവർ ഒരുപാട് പരാജയങ്ങൾ കണ്ടവരാണ്. വേദപുസ്തകം ഉടനീളം പഠിച്ചാൽ മനസ്സിലാവും, ഒരുപാട് പരാജയങ്ങൾക്കകത്തു നിന്നാണ് ഒരുപാട് വിജയത്തെ കർത്താവ് കൊടുത്തിട്ടുള്ളത്. ഈ അഭിഷക്തന്മാരെല്ലാം വിജയിച്ച കാലഘട്ടം നോക്കുമ്പോൾ അവർ വിജയിക്കുന്നതിന് തൊട്ട് മുൻപ് അവരുടെ മുകളിൽ ഭയങ്കര ഷാർപ്പായ, അവരെ വിജയിപ്പിക്കുമെന്ന് ഉറപ്പുള്ളതായ ഒരു ദൈവശബ്ദം ഇറങ്ങി വന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തിരുവചനം പഠിക്കുമ്പോൾ വലിയ നേതാവായിരുന്ന ഒരുപാട് ലക്ഷങ്ങളെ നയിച്ച മോശ എന്ന പ്രവാചകനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണാം, 40 വർഷം മിസ്രൈമിനകത്ത് ജീവിച്ച് അവിടെ അവനൊരു കൊല ചെയ്തിട്ട് അവിടെ നിന്ന് മരണത്തെ ഭയന്ന് മിസ്രൈം വിട്ടോടി മരുഭൂമിയിൽ തന്റെ അമ്മായപ്പനായ യിത്രോയുടെ ആടുകളെ മേയിച്ച് നടക്കുമ്പോൾ അവൻ ഏകദേശം പരാജയപ്പെട്ട് 40 വർഷത്തോളം മരുഭൂമിയിൽ നിൽക്കുന്ന സമയത്തും അവനെ മരുഭൂമിയിൽ നിന്ന് വീണ്ടും അടുത്തൊരു ദൈവിക പദ്ധതിക്കകത്തേക്ക് പുറത്തു കൊണ്ടുവന്നത് മുൾപ്പടർപ്പിനകത്ത് ഇറങ്ങി വന്നൊരു ദൈവശബ്ദമാണ്. ഇന്ന് ഇത് ഞാൻ പറയുമ്പോഴും അഭിഷക്തന്മാരെ, ഇതിനകത്ത് തന്നെ കേൾക്കുന്ന അഭിഷക്തന്മാരെ നോക്കി ആത്മാവിൽ പ്രവചിക്കാം. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ശുശ്രൂഷകളെ ചേഞ്ച് ചെയ്യുന്ന ഒരു ദൈവശബ്ദം നിങ്ങളുടെ മേൽ ഇറങ്ങി വരികയാണ്. ഭയങ്കരമായ ശുശ്രൂഷകളിൽ അപ്ഡേഷനുകൾ നടക്കാൻ പോവുകയാണ്.
അവൻ പ്രവചനാത്മാവിൽ കർത്താവ് ഇതിനകത്ത് അഭിഷക്തന്മാരെ ഉപയോഗിക്കും. ഒരു അപ്പോസ്തലിക നിലവാരത്തിൽ അഭിഷക്തന്മാരെ ഉപയോഗിക്കും. ഒരു സുവിശേഷക നിലവാരത്തിൽ അഭിഷക്തന്മാരെ കർത്താവ് ഉപയോഗിക്കും. ഓർക്കുക, ഏത് ശുശ്രൂഷയുടെ പിന്നിലും അവൻ നിങ്ങളുടെ മേലുള്ള ദൈവിക പദ്ധതികൾക്കും ദൈവിക വിളിക്ക് പിന്നിലും അവൻ മറഞ്ഞു കിടക്കുന്ന ഒരു ദൈവശബ്ദമുണ്ട്. എന്ത് മറന്നു കളഞ്ഞാലും അവൻ നിങ്ങളെ വിളിച്ച ദൈവത്തെയും നിങ്ങൾ കേട്ട ദൈവശബ്ദത്തെയും മറന്നു കളയാതെ അതിനകത്തൊന്ന് ഉറച്ചു നിൽക്കാൻ പറ്റുമെങ്കിൽ ഈ ദിവസങ്ങൾ ആ ദൈവശബ്ദം നമ്മളെ പല മേഖലകളിൽ നിർത്തും കേട്ടോ. ഇന്നത് ഞാൻ ആത്മാവിലൂടെ പറയുമ്പോഴും എൻ്റെ ലൈഫിനകത്ത് എനിക്ക് പറയാൻ ഒറ്റ ബോധ്യതയേ ഉള്ളൂ. നിന്നതല്ല, കർത്താവ് നിർത്തിയിട്ടേ ഉള്ളൂ. അവൻ നേടിയതല്ല, കർത്താവ് തന്നിട്ടേ ഉള്ളൂ. അവൻ ഇത് തന്നു നേടി എന്ന് പറയുമ്പോഴും കർത്താവ് നിർത്തി എന്ന് പറയുമ്പോഴും അതിന് പുറകിൽ എൻ്റെ മുകളിൽ ദൈവം ഇട്ടുവെച്ച ഒരു ദൈവശബ്ദമുണ്ട്. ആമേൻ. തിരുവചനം പറയുന്നു, യിരെമ്യാവിനെ കുറിച്ച് പറയുന്നു, നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ കണ്ടു, രാജ്യത്തിന്റെ പ്രവാചകനായി ഞാൻ നിന്നെ മുൻ നിയമിച്ചിരിക്കുന്നുവെന്ന്. ഒരുവന്റെ ജനനത്തിന് മുൻപ് തന്നെ അവൻ എന്തായി തീരണമെന്നും ദൈവരാജ്യത്തിൽ അവൻ ആരായിരിക്കണമെന്നുള്ള അവൻ വ്യക്തമായ ദൈവശബ്ദം കൈമാറിയ ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. അവൻ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, അവൻ നമ്മൾ പോകുന്ന സാഹചര്യം കർത്താവ് അറിയാഞ്ഞിട്ടല്ല, നമ്മൾ പോകുന്ന പ്രതികൂലം കർത്താവ് അറിയാഞ്ഞിട്ടല്ല. അവൻ നമ്മളെ അതിനകത്തൂടെ കടത്തിവിടുന്നുണ്ടെങ്കിൽ, മരുഭൂമിയുടെ ഏകാന്തതയ്ക്കകത്തൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഓർക്കുക, അതിനകത്തു നമ്മളെ പുറത്തു കൊണ്ടുവരാൻ ഒരു ദൈവശബ്ദം ഇറങ്ങി വരും. 40 വർഷം മരുഭൂമിക്കകത്ത് മോശം നിൽക്കുമ്പോഴും അവൻ വചനം പറയുന്നു, അവൻ അവൻ ഒരു ഭയങ്കരമായ ഒരു ഡിപ്രഷന്റെ മൈൻഡിനകത്താണ്. കാരണം ഇനി എന്ത് ചെയ്യണമെന്നറിയത്തില്ല. മിസ്രയീമിനകത്ത് വന്നുപോയ ഒരു പരാജയത്തിന്റെ പേരിൽ അവൻ 40 വർഷമായി ഒരു മരണത്തെ പേടിച്ച് മരുഭൂമിക്കകത്ത് പാർക്കുമ്പോഴും അവനെ അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുന്നത് ഒരു ദൈവശബ്ദമാണ്. ഇന്ന് ഞാൻ ഇത് പറയുമ്പോഴും അവൻ ഈ ദൈവവചനം ആരെങ്കിലും ഇതിനകത്ത് കൈമാറിയെന്ന് എനിക്കറിയത്തില്ല. ഈ ദൈവശബ്ദം ഇതിനു മുൻപ് വന്ന അഭിഷക്തന്മാർ കൈമാറിയെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ കർത്താവിനോട് ഇങ്ങനെ ഇടപെടുന്നു, ഒരു വ്യക്തമായ ദൈവശബ്ദം. അവൻ ഈ ദിവസങ്ങൾ ഇതിനകത്ത് ശുശ്രൂഷകളെ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്, റോയ് പാസ്റ്ററെ, നിങ്ങളുടെ ശുശ്രൂഷകൾ ഒരു ദൈവശബ്ദം തിരിക്കും കേട്ടോ. ഇതിനകത്ത് ദൈവമക്കളെ നോക്കി പ്രവചിക്കാം, നിന്റെ വീടിന്റെ സ്ഥിതിയെ ഒരു ദൈവശബ്ദം തിരിക്കും കേട്ടോ. ഈ ദിവസങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുക. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഷെയിൻ പ്രയറിന് വേണ്ടി സമയം ചോദിച്ചപ്പോൾ ഒരുപാട് സഹോദരിമാർ ഒരുമിച്ച് കരം പൊക്കി അവർ സമയം പറഞ്ഞു. രാത്രിയുടെ യാമങ്ങളിൽ പോലും പ്രാർത്ഥിക്കാൻ നിങ്ങൾ മനസ്സ് കാണിച്ചില്ലേ? രാത്രിയുടെ യാമങ്ങളിൽ പോലും ദൈവ സാന്നിധ്യത്തിനകത്ത് ഇരിക്കാൻ നിങ്ങൾ മനസ്സ് കാണിച്ചില്ലേ? ഓ, നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാതിരിക്കത്തില്ല. ദൈവത്തിന് വേണ്ടി, ദൈവത്തോട് പ്രതികരിക്കുന്നവന് വേണ്ടി ദൈവത്തിന് പ്രവർത്തിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ഈ ശുശ്രൂഷകളെ ദൈവം അതിന്റെ അതിരുകളെ വിശാലമാക്കാൻ പോകുകയാണ്. ഈ ശുശ്രൂഷകളെ ദൈവം എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുകയാണ്. ഇത് ഓഫ്ലൈനിലേക്ക് മാറുന്ന ഒരു സമയം വരും. ഓൺലൈനിൽ നിന്ന് ഓഫ്ലൈനിലേക്ക് മാറുന്ന ഒരു സമയം വരും. കൂടാരത്തിന്റെ കുറ്റിയെ ദൈവം സ്ഥിരപ്പെടുത്തുമെന്ന് ഇന്ന് പകൽ പരിശുദ്ധ ആത്മാവിനോട് പ്രവചിക്കാൻ പറയുകയാണ്. ഒരുപാട് നാളുകളെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് പോലും എന്തുകൊണ്ട് കർത്താവ് എന്റെ വിഷയത്തിനകത്ത് നീ ഇടപെടുന്നില്ല? എന്തുകൊണ്ടാണ് കർത്താവ് എന്റെ വീടിനകത്ത് ഞാൻ ഈ പ്രവൃത്തി കാണാത്തത്? എന്തുകൊണ്ടാണ് കർത്താവ് എന്റെ ശുശ്രൂഷയിൽ എനിക്ക് ഉയരാൻ കഴിയാത്തത്? പല സാഹചര്യത്തിനകത്തും അവൻ ഉയർച്ചകൾ മുൻപിൽ കണ്ടിട്ടും ഏതൊക്കെയോ മേഖലകൾ പിറകോട്ട് വലിച്ചതുപോലുള്ള അനുഭവങ്ങൾ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കാം, അവൻ താഴെ നിന്ന് അവൻ ഏതൊക്കെ മേഖലകൾ മുക്കിക്കളയുമെന്ന് പറഞ്ഞാലും, ഓ, ഇന്ന് പകൽ ആത്മാവിൽ പ്രവചിക്കുന്നു, നോഹേ, നിന്റെ പെട്ടകം മുക്കിക്കളയുമെന്ന് പറയുന്ന വെള്ളത്തിന് മുകളിലൂടെ മിതക്കുന്നതാ. ഓ, മുക്കിക്കളയുമെന്ന് പറയുന്ന മേഖലകൾക്ക് മുകളിലൂടെ നിന്നെ മിതക്കുന്നതാണ്, നിന്നെ പൊക്കുന്നതാണ് ദൈവത്തിന്റെ പദ്ധതി. ആത്മാവിൽ ഞാൻ പ്രവചിക്കുകയാണ്, കുടുംബങ്ങളെ ഈ ദിവസങ്ങളിൽ കർത്താവ് പുറത്തെടുക്കട്ടെ. പല കുടുംബങ്ങളെയും കർത്താവ് ഇന്ന് പകൽ പുറത്തെടുക്കട്ടെ. ദൈവ ശബ്ദം ചിലരെ ഉയർത്തട്ടെ. പരാജയങ്ങൾ മാറിയിട്ട് വിജയത്തിന്റെ സീസണുകളെ കർത്താവ് കുടുംബങ്ങളുടെ മുകളിൽ തുറക്കട്ടെ. ശുശ്രൂഷകളുടെ മുകളിൽ വിജയത്തിന്റെ സീസണുകളെ തുറക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിലും ഞാനിത് പറയുമ്പോൾ, മോശയെ പോലെ ഒരുപാട് മേഖലകളിൽ അവൻ മനസ്സ് മടുത്തിരിക്കുന്ന ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. നിനക്കൊരു മുൾപടർപ്പുണ്ട് കേട്ടോ. നിനക്കൊരു തീ, നിന്റെ മുമ്പിൽ ഒരു തീ കത്തും. ആ തീ വെറുതെ ആയിരിക്കത്തില്ല. എല്ലാ സീസണിലും മരുഭൂമിയിൽ കത്തുന്ന തീയല്ല. അതിനകത്ത് ഒരു ദൂതൻ ഇറങ്ങി നിന്നോട് ഒരു ദൈവശബ്ദം കൈമാറാനായിട്ടുണ്ട്. തിരുവചനം ചരിത്രം പഠിച്ചാൽ മനസ്സിലാകും. മരുഭൂമിയിൽ തീ കത്തുക എന്ന് പറഞ്ഞാൽ അത് പുതിയ കാര്യമൊന്നുമല്ല. മരുഭൂമിയുടെ ചൂടിനകത്ത് മുൾപടർപ്പ് കത്തുന്നത് പുതിയ കാര്യമല്ല. പക്ഷെ മോശയെ അട്രാക്ട് ചെയ്തൊരു തീയുണ്ട്. മോശ നോക്കുമ്പോൾ മോശയുടെ മുമ്പിൽ കത്തിയ തീക്കൊരു പ്രത്യേകതയുള്ളൂ. അത്
അന്നേ വരെ കത്തിയതെല്ലാം ദഹിപ്പിച്ചു കളയുമ്പോൾ, തീയുടെ സ്വഭാവം കാണിക്കുമ്പോൾ, മോശയുടെ മുൻപാകെ കത്തുന്ന തീക്ക് തീയുടെ സ്വഭാവം കാണിക്കാൻ പറ്റുന്നില്ല, അത് ദഹിപ്പിക്കുന്നില്ല. ആമേൻ, മുൾപടർപ്പിന്റെ പച്ചപ്പ് മങ്ങിപ്പോകുന്നില്ല. പക്ഷേ മോശ അടുത്തോട്ട് ചെല്ലുമ്പോൾ ആമേൻ, മുൾപടർപ്പിനകത്തുനിന്ന് വെളിപ്പെട്ട തീ അവനോട് സംസാരിക്കുന്നത് അവൻ കാണുകയാണ്. ഇന്ന് പകലിൽ ഞാൻ ഇതുപോലെ ഇതിനകത്ത് കാണുകയാണ്. ഒരുപാട് ദൈവമക്കളെ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിക്കകത്ത്, നിങ്ങളുടെ അഭിഷേകത്തിൽ, നിങ്ങളുടെ ശുശ്രൂഷയിൽ നിങ്ങളെ പുറത്തെടുക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് ഇറങ്ങി വരുന്ന ദൂതന്മാരുടെ ശബ്ദം. ഇന്ന് പകലും പ്രാർത്ഥനാ മുറിക്കകത്ത് സമയം ചെലവഴിക്കുന്ന കൊർന്നല്യോസുമാർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരെ നോക്കി ആത്മാവിൽ പ്രവചിക്കാം. നിന്റെ മുറിക്കകത്ത്, നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് നിന്റെ പേര് പറഞ്ഞിറങ്ങി വരുന്ന ദൂതന്മാർ കയറി വരികയാണ്. തിരുവചനം പറയുന്നു, കൊർന്നല്യോസ് പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ കൊർന്നല്യോസേ എന്ന് പേര് വിളിച്ച് അവനോടൊരു ദൈവശബ്ദം കൈമാറിയ ഒരു കർത്താവുണ്ട്. ഇന്ന് പകലിലും ഇതുപോലെ പ്രാർത്ഥനാ മുറിക്കകത്ത് ജാഗരിക്കുന്ന ദൈവദാസന്മാരെ, ദൈവമക്കളെ, നിങ്ങളതൊക്കെ പ്രവചിക്കുന്നു. നിങ്ങളുടെ വീടിനകത്തും ഇതുപോലെ പേര് പറഞ്ഞിറങ്ങി വരുന്ന ദൈവത്തിന്റെ ദൂതന്മാർ ചില ദൈവശബ്ദം നിന്നോട് കൈമാറാനായി, ദൈവത്തിന്റെ പദ്ധതിയെ നിന്നോട് കൈമാറാനായി ഈ ദിവസങ്ങൾ ഇത് സംഭവിക്കുകയാണ്. നിങ്ങൾ ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ. ആമേൻ. ഈ ചെയിൻ പ്രയറുകൾക്കകത്ത് രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിക്കുന്ന പ്രിയ സഹോദരിമാരെ, അഭിഷക്തന്മാരെ, നിങ്ങളുടെ മുറിക്കകത്ത് ഭയങ്കരമായ ഏഞ്ചലിക് എൻകൗണ്ടറുകൾ നടക്കാൻ പോവുകയാണ്. യാബോക്കിൽ യാക്കോബ് കണ്ടതുപോലെ ഒരു ഏഞ്ചലിക് എൻകൗണ്ടറുകൾ നിങ്ങളുടെ മേൽ തുറക്കാൻ പോകുകയാണ്. തിരുവചനം പറയുന്നു, അവൻ ഏറെ ക്ഷീണിച്ചിട്ട് അവൻ കിടന്നുറങ്ങാമെന്ന് കരുതി കല്ല് തലകണയാക്കി വെച്ച് കിടക്കുമ്പോഴും അവൻ വചനം പഠിക്കുമ്പോൾ അറിയാൻ കഴിയുന്നു, ആകാശത്തോളം ഉയരമുള്ള ഒരു ഗോവേണിയിൽ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതുമായ ഒരു കാഴ്ച. ഇന്നത് ഞാൻ പറയുമ്പോഴും പല വീടുകൾ ഇതുപോലെ യാബോക്കുകളായി തിരിയുകയാണ്. പല വീടുകൾക്കകത്തും ദൂതന്മാർ കയറി ഇറങ്ങി നടക്കാൻ പോകുകയാണ്. ഭയങ്കരമായ ദൈവപ്രവർത്തികൾക്ക് വേണ്ടി, ദൈവ ശബ്ദങ്ങൾക്ക് വേണ്ടി കൊതിക്കുന്ന ചിലരെ നോക്കി പ്രവചിക്കാം. നിന്റെ വീടൊരു യാബോക്കാകും. നിന്നെ കുറിച്ചും നിന്റെ തലമുറകളെ കുറിച്ചും നീ ഇപ്പോഴുള്ള സാഹചര്യത്തെ കുറിച്ചുമുള്ള ദൈവശബ്ദം നിന്നോട് നേരിട്ട് ഇടപെടുന്ന ദൂതന്മാർ നിനക്ക് വേണ്ടി ഇറങ്ങി വരുമെന്ന് ഇന്ന് പകൽ പരിശുദ്ധയാത്മാവിനോട് ദൂത് പറയുകയാണ്. ഇതിനകത്ത് തന്നെ കേൾക്കുന്ന മാത്യു വർഗീസ് എന്ന് പറയുന്ന കർത്താവിന്റെ ദാസനെ നിങ്ങളെ നോക്കി കർത്താവിനോട് പ്രവചിക്കാൻ പറയുന്നു. യാത്രകൾക്ക് വേണ്ടി റെഡിയാകുക, യാത്രകൾക്ക് വേണ്ടി റെഡിയാകുക. ഒരു കാലഘട്ടം മുഴുവൻ അവൻ നിൽക്കാതെ ഓടിയതാണ്. ഏതോ കാലഘട്ടങ്ങൾക്കകത്ത് സാധാരണമായി ദൈവം ഓടിച്ചു കൊണ്ടിരുന്നതാണ്. പക്ഷെ മറ്റൊരു സീസണിനകത്ത് ഏതൊക്കെയോ മരുഭൂമിയുടെ അവസ്ഥകൾക്കകത്ത്, ഒറ്റപ്പെടലുകൾക്കകത്തും യാത്രകൾ നിന്നുപോയി വീടിനകത്തും അവൻ പ്രാർത്ഥനാ മുറിക്കകത്തും മുട്ടുമടക്കിയിരിക്കുമ്പോൾ ഞാൻ അതുപോലുള്ള ദിനരാത്രങ്ങൾ പരിശുദ്ധയാത്മാവിനെ കാണിക്കുകയാണ്. ഏതോ നിലവാരത്തിൽ ഭയങ്കരമായി അവൻ വേദനിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് നിലവിളിക്കുന്നതായ ദിനരാത്രങ്ങൾ എന്നെ കർത്താവ് കാണിക്കുന്നു. എന്നോട് കർത്താവ് ഇങ്ങനെ പ്രവചിക്കാൻ പറയുന്നു, യാത്രകൾക്ക് വേണ്ടി അവൻ ഒരുങ്ങുക. ഞാനിത് പറയുമ്പോൾ ഈ നോർത്ത് ഇന്ത്യൻ സ്ഥലങ്ങൾ എന്നെ കർത്താവ് കാണിക്കുകയാണ്. രാജസ്ഥാൻ, ഗുജറാത്ത്, ഇതുപോലുള്ള സ്ഥലങ്ങൾ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ഭയങ്കരമായ ഒരു യാത്രകൾക്ക് വേണ്ടി ഒരുങ്ങുക. അവൻ അരമുറുക്കി അവൻ ചെരുപ്പിട്ട് റെഡിയാകുക. അടുത്തൊരു സീസൺ കർത്താവ് നിങ്ങളുടെ മുമ്പിൽ തുറക്കാൻ പോകുന്നുവെന്ന്. മോശയെ അവൻ ഓടിച്ചു കളഞ്ഞ മേഖലകൾക്കകത്തേക്ക് തന്നെ വീണ്ടും ഒരു ദൈവശബ്ദം അവന് കാലുകുത്തിച്ചതുപോലെ നിങ്ങളെ പരിശുദ്ധാത്മാവ് വീണ്ടും അഭിഷേകത്തിൽ കാലുകുത്തിക്കുമെന്നും പല മണ്ണുകൾക്കകത്തും ഉണർവിൽ നിങ്ങൾക്കും പങ്കുണ്ടാകുമെന്നും പരിശുദ്ധാത്മാവിനോട് ദൂത് പറയാൻ പറയുകയാണ്. ഇന്ന് പകലത് വിശ്വസിച്ച് ആത്മാവിൽ സ്വീകരിക്കാൻ കഴിയുന്നവർ സ്വീകരിക്കുക. ഇത് ഞാൻ പറയുമ്പോൾ ഇതിനകത്ത് യാത്രകൾ മുടങ്ങിപ്പോയവർ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാവിൽ അതിനെ സ്വീകരിക്കുക. നിങ്ങളുടെ മുകളിലും ആ ദൈവശബ്ദം അതുപോലെ വന്ന് പതിക്കട്ടെ. നിങ്ങളുടെ വീടുകൾക്കകത്തും അതുപോലെ യാത്രകളുടെ സീസണുകളെ കർത്താവ് തുറക്കട്ടെ. പുതിയ വസ്ത്രങ്ങളും പുതിയ ചെരുപ്പുകളും ധരിച്ച് പുതിയ ദേശങ്ങളിലേക്ക് യാത്ര തിരിക്കാനുള്ള ഒരു അഭിഷേകത്തെ പരിശുദ്ധയാത്മാവ് നിങ്ങളുടെ മുകളിൽ ആക്കി വെക്കട്ടെ. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അത് ഡിക്ലെയർ ചെയ്യുകയാണ്. ദൈവ ശബ്ദത്തെ നിനക്ക് അതുപോലെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിന്റെ ചിന്തകൾക്കും അപ്പുറമായ ദൈവപ്രവൃത്തികളെ ചെയ്യാൻ ഈ ദൈവശബ്ദത്തിന് കഴിയും. ഇന്ന് ഞാനിത് പറയുമ്പോഴും എൻ്റെ ഈ ശുശ്രൂഷകളിൽ കർത്താവ് വളർത്തിയതിന് പിന്നിലും ഒരു വ്യക്തമായ ദൈവശബ്ദമുണ്ട്.
ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് കർത്താവ് ഇടപെട്ട ഒരു ദൈവശബ്ദത്തിന് പിന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഇന്ന് ഈ ദൂത് ഞാൻ നിങ്ങളോട് കൈമാറുമ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥനാ മുറിക്കകത്ത് എന്നോട് ഇടപെട്ട ദൈവശബ്ദമാണ് ഞാൻ കൈമാറുന്നത്. ഒറ്റ കാര്യമേ ഉള്ളൂ. പല വേദികളിൽ നിന്ന് ശുശ്രൂഷിക്കുമ്പോഴും പല മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുമ്പോഴും അതിന് പുറകിൽ ഒരു ദൈവശബ്ദം വെളിപ്പെട്ട ശേഷമാണ് ഒരു മീറ്റിംഗ് നടത്തുന്നതും ഒരു മീറ്റിംഗ് ശുശ്രൂഷിക്കുന്നതും. കർത്താവിന്റെ ദാസൻ ഈ ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കുമ്പോൾ അദ്ദേഹത്തോട് ദൈവാത്മാവ് ഇടപെട്ട ഒരു ദൈവശബ്ദം കിടപ്പുണ്ട്. ഈ മീറ്റിംഗിന് പിന്നിൽ അതിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്താണെന്നും ഈ മീറ്റിംഗിലൂടെ എന്താണ് കർത്താവ് ഉദ്ദേശിക്കുന്നതെന്നും ഒരു വ്യക്തമായ നിർദ്ദേശം കർത്താവിന്റെ അഭിഷേകത്തിന് കൈമാറിയിട്ടുണ്ട്. ദൈവശബ്ദത്തിന് പിന്നിലാണ് നീ കാല് വെക്കുന്നതെങ്കിൽ, നിന്റെ ചുവടുകൾ ദൈവശബ്ദത്തിന് അനുസരിച്ചാണെങ്കിൽ നിന്റെ കാല് വഴുതാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. നീ ചെയ്യുന്ന പ്രവർത്തികൾ പരാജയപ്പെടാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. നീ കണ്ട ദർശനം ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ, ദർശനത്തിന്റെ പേരിലാണ് നീ അടിയേറ്റതെങ്കിൽ, ദർശനത്തിന്റെ പേരിലാണ് നിന്റെ സഹോദരന്മാർ നിനക്ക് വിരോധമായി കുത്തിയതെങ്കിൽ, യോസഫേ, നീ കണ്ട ദർശനം നിന്നെ കൈവിട്ട് കളയത്തില്ല. പൊട്ടക്കിണറും പോത്തിബറിന്റെ ഭവനവും കാരാഗ്രഹവും അപവാദവും നിന്നെ കൈവിട്ട് കളയത്തില്ല. അത് നിന്നെ തകർക്കാൻ നോക്കുമ്പോഴും നിന്റെ ദർശനം നിന്നെ മറുഭാഗത്ത് പണിതുകൊണ്ടേയിരിക്കും. ഇതിനകത്ത് ഈ ദർശനത്തോട് ഒരുമിച്ച് ഈ കൂട്ടായ്മയിൽ കരം കോർത്ത് നിൽക്കുന്ന ഒരുപറ്റം അഭിഷക്തന്മാരുടെ ഗണത്തെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. അവരെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവർത്തിക്കാം. നിങ്ങളുടെ ടീം നിൽക്കുന്നത് ഒരു വ്യക്തമായ ദൈവശബ്ദത്തിന് പിന്നിലാണെങ്കിൽ, അഭിഷക്തനെ, ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, വീണ കുഴിയുടെ ആഴമായിരിക്കും നിങ്ങൾ ഇരിക്കാൻ പോകുന്ന സിംഹാസനത്തിന്റെ വലിപ്പത്തെ നിർണ്ണയിക്കുന്നത്. ഏതൊക്കെയോ മേഖലയിൽ ഒരുപാട് പേർ കുറ്റപ്പെടുത്തിയില്ലേ? ഇപ്പോഴും ഓൺലൈനകത്ത് തന്നെയാണോ നിങ്ങൾ ഇരിക്കുന്നത്? ഇപ്പോഴും ഈ ഒരു ദൈവശബ്ദത്തിന് പിന്നിലാണോ നിങ്ങൾ ചലിക്കുന്നത്? ഒരുപാട് മടുപ്പിക്കുന്ന വാക്കുകൾ കേൾക്കുമ്പോഴും പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു, കേട്ട ദൈവശബ്ദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക. മനുഷ്യന്റെ അപവാദങ്ങൾക്ക് നടുവിലും മനുഷ്യന്റെ കുത്തുവാക്കുകൾക്ക് നടുവിലും തളർന്നു പോകാതെ കേട്ട ദൈവശബ്ദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക. ഈ ദൈവശബ്ദം നിങ്ങളെ പണിയും. ഈ ദൈവശബ്ദം നിങ്ങളെ പണിയും. ഈ ദൈവശബ്ദം നിങ്ങളെ അസാധാരണമായ പുതിയ സീറ്റുകളിൽ കൊണ്ട് ഇരുത്തുമെന്ന് പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കാൻ പറയുകയാണ്. ഇത് ഞാൻ പറയുമ്പോൾ കൂട്ടമായ ഒരു ദൈവദാസന്മാരുടെ ഒരു 5 പേരടങ്ങുന്ന ഒരു കൂട്ടത്തെ കർത്താവ് എന്നോട് എന്നെ കാണിക്കുകയാണ്. ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന, ഒരുമിച്ച് കൂടി പ്രാർത്ഥനാ സമയങ്ങൾ ചിലവഴിക്കുന്ന ഒരു കൂട്ടം ദൈവദാസന്മാരെ കർത്താവിനെ കാണിക്കുന്നു. ഞാൻ അവരെ നിങ്ങളെ നോക്കി പ്രവചിക്കാം. നിങ്ങളൊരു ഭയങ്കര അഭിഷേകമുള്ളൊരു ടീമായിരിക്കും കേട്ടോ. നിങ്ങളുടെ കൂട്ടായ്മ അഭിഷേകമുള്ളൊരു ടീമായിരിക്കും. ചില ദേശങ്ങളെ ഉറ്റുനോക്കുക. ചില ദേശങ്ങളെ ചെന്ന് ഉറ്റുനോക്കുക. അതിനെ അവകാശമാക്കാൻ ഒരു അഭിഷേകം പരിശുദ്ധാത്മാവ് നിങ്ങൾ ടീമായി നിൽക്കുമ്പോൾ നിങ്ങളുടെ കരത്തിൽ തരുമെന്ന് ഇന്ന് പകൽ കർത്താവിനോട് പ്രവചിക്കാൻ പറയുകയാണ്. ഇന്ന് പകൽ ഞാൻ ഈ ദൈവശബ്ദം കൈമാറും. ഈ സിറിൽ എന്ന് പറയുന്ന ദൈവമനുഷ്യനോട് കർത്താവിനോട് ഇങ്ങനെ പ്രവചിക്കാൻ പറയുന്നു. അഭിഷക്തനെ, നിങ്ങൾ ഒരുപാട് ജീവിതത്തിനകത്ത് പരാജയങ്ങൾ കണ്ട് മനസ്സ് മടുത്തു നിൽക്കുന്ന ഒരു അനുഭവം എന്നെ കർത്താവ് കാണിക്കുന്നു. കുടുംബങ്ങൾക്കകത്തു തന്നെ ഒരുപാട് തോൽവിയുടെ അനുഭവങ്ങൾ പരിശുദ്ധാത്മാവിനെ കാണിക്കുകയാണ്. എന്നോട് കർത്താവ് ഇങ്ങനെ പ്രവചിക്കാൻ പറയുന്നു. പരാജയങ്ങൾ കണ്ട് ജീവിതം മടുത്ത് ചൂരച്ചെടിയ അഭയമാക്കി നിൽക്കുന്ന ഒരു അനുഭവത്തിനകത്തുനിന്ന് ഒരു ദൈവശബ്ദം നിങ്ങളെ പുറത്തെടുക്കും കേട്ടോ. ചിലതിനെ നേരിടാൻ, ചില വിഷയങ്ങൾക്കകത്തേക്ക് ചങ്കുറപ്പോടെ മുൻപോട്ട് പോകാൻ, ഭയപ്പെടുത്തിയ വിഷയത്തിനകത്തുനിന്നും പരാജയപ്പെട്ട് ഇറങ്ങി വന്ന മണ്ണിനകത്തേക്കും വീണ്ടും തിരിച്ച് കാലുവെക്കുന്ന നിലവാരത്തിൽ ഈ സിറിൽ എന്ന് പറയുന്ന ദൈവമനുഷ്യനെ പരിശുദ്ധാത്മാവ് വീണ്ടും എംപവർ ചെയ്യാൻ പോകുകയാണ്, വീണ്ടും ശക്തീകരിക്കാൻ പോകുകയാണ്. ഒരു അസാധാരണമായ അഭിഷേകത്തിൽ പരിശുദ്ധാത്മാവ് ഈ ദൈവമനുഷ്യനെ ഉപയോഗിക്കാൻ പോകുന്നുവെന്ന് എന്നോട് കർത്താവ് ഇന്ന് പകൽ അത് ദൂത് വിളിച്ച് പറയാൻ പറയുകയാണ്. ഇത് പറയുമ്പോൾ പല വീടുകൾക്കകത്തുനിന്നും തലമുറകളെ ലോക്ക് ചെയ്ത ഒരു ഡിപ്രഷന്റെ സ്പിരിറ്റ് ഇപ്പോൾ പല വീടുകളെ വിട്ടഴിയുകയാണ്. ഒരുപാട് കുടുംബ ജീവിതങ്ങൾക്കകത്ത് ഒരുപാട് ദുരനുഭവങ്ങൾ വന്ന് മുറികൾക്കകത്ത് ഒതുങ്ങിപ്പോയ, മുറികൾക്കകത്ത് ഒതുക്കാൻ നോക്കിയ ഒരുപാട് സഹോദരിമാർ, ഒരുപാട് പെൺകുഞ്ഞുങ്ങൾ, ഒരുപാട് സഹോദരന്മാർ, ഒരുപാട് ആൺ തലമുറകൾ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ഇന്ന് അവർ ഈ മീറ്റിങ്ങിനകത്ത് അറ്റൻഡ് ചെയ്യുന്നില്ല, പക്ഷേ അവരിൽ പല മാതാപിതാക്കളും ഇതിനകത്ത് അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുക. നിന്റെ തലമുറയെ ദൈവം പുറത്തെടുക്കുന്ന ഒരു സമയമായിരിക്കും. ഒരു ഡിപ്രഷനും പിടിച്ചൊതുക്കാൻ കഴിയാത്തതുപോലെ, ഒരു പൈശാചിക മേഖലകൾക്കും ഒതുക്കാൻ കഴിയാത്തതുപോലെ യേശുവിന്റെ നാമത്തിൽ തലമുറകളെ ലോക്ക് ചെയ്യാൻ നോക്കുന്ന എല്ലാ മേഖലകളെയും പൊളിച്ചുകൊണ്ട്
ഒരു ദൈവശബ്ദം ഈ സീസണിൽ അവരെ പുറത്തെടുക്കുന്ന സമയങ്ങളാക്കി, തലമുറകളെ പുറത്തു കൊണ്ടുവരുന്ന ഒരു സമയമാക്കി പരിശുദ്ധയാത്മാവ് ഈ ടൈമുകളെ തിരിക്കട്ടെ. ഇത് ഞാൻ പറയുമ്പോഴും എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്. ഒരുപാട് മാതാപിതാക്കൾ തലമുറകളെ ചൊല്ലി കരഞ്ഞവരിതിനകത്തിരിപ്പുണ്ട്. ഒരുപാട് ഹാഗറുമാരുടെ നിലവിളികളുടെ ശബ്ദം എനിക്ക് കേൾക്കാം. ഒരുപാട് ഹന്നമാരുടെ പ്രാർത്ഥനകൾ എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ഇന്ന് പകൽ അതുപോലെ പ്രാർത്ഥിക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങളെ നോക്കി ആത്മാവിൽ പ്രവചിക്കാം. നിന്റെ തലമുറകളെ പിഴുതു കളയാൻ ഒരു പൈശാചിക മേഖലയ്ക്കും ദൈവം വിട്ടുകൊടുക്കത്തില്ല കേട്ടോ. നിന്റെ മക്കളെ ശുശ്രൂഷകളിൽ നിന്ന് പറിച്ചു കളയാൻ ഈ ലോകത്തിന്റെ അധിപതികൾക്ക് ദൈവം വിട്ടുകൊടുക്കത്തില്ല കേട്ടോ. അപ്പൻ നിർത്തിയിടത്തുനിന്ന് മക്കൾ തുടങ്ങും. അമ്മയപ്പന്മാർ നിർത്തിവെച്ച ശുശ്രൂഷകളിൽ നിന്ന് മക്കൾ തുടങ്ങും. ഇത് ഞാൻ പ്രവചിക്കുമ്പോൾ ശുശ്രൂഷകൾ ഒരുപാട് തലമുറകൾ കയറി വരുമെന്നും, ഓ ഹരബ ഹതര പ്രഭാതന, ദേശങ്ങളെ കീഴ്മേൽ മറിക്കാൻ അഭിഷേകമുള്ള ഒരു പറ്റം ചെറുപ്പക്കാരെ കർത്താവ് ലിഫ്റ്റ് ചെയ്യുമെന്നും ഇത് മകൾ പരിശുദ്ധയാത്മാവ് എന്നോട് ദൂത് കൈമാറാനായി ഇടപെടുകയാണ്. പ്രഭാതന. ഇത് പറയുമ്പോൾ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്. മരുഭൂമിക്കകത്ത് ഈ മരുഭൂമി എന്ന് പറയുന്ന സ്ഥലം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നിരാശകൾ തരുന്ന സ്ഥലമാണ്. പ്രത്യേകിച്ച് പ്രതീക്ഷയ്ക്ക് ഒരു വകയില്ലാത്ത സ്ഥലമാണ്. ആർക്കും വേണ്ടാത്ത സ്ഥലമാണ്. മരുഭൂമിയെ കുറിച്ച് അതിന്റെ ഒരു ഒറിജിനിലേക്ക് പോയി കഴിഞ്ഞാൽ, അതിന്റെ ഉത്ഭവത്തിലേക്ക്, അതിന്റെ ഒരു ഒറിജിനൽ ലാംഗ്വേജിലേക്ക് പോയി കഴിഞ്ഞാൽ പല അഭിഷക്തന്മാരും പല അഭിഭാഷകന്മാരും അതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വേസ്റ്റ് എന്നാണ്. ആർക്കും വേണ്ടാത്ത സ്ഥലം, ഒട്ടും ഉപയോഗമില്ലാത്ത സ്ഥലം. പക്ഷെ തിരുവചനം പഠിച്ചാൽ മനസ്സിലാകും, മരുഭൂമിയാണ് ദൈവ മഹത്വത്തിന്റെ ആരംഭങ്ങളെ തുടക്കം കുറിച്ചത്. ഈ മരുഭൂമിക്കകത്താണ് ദൈവമഹത്വം ഏറ്റവും അധികമായി ചലിച്ച സ്ഥലങ്ങൾ. തിരുവചനം പഠിക്കുമ്പോൾ മനുഷ്യൻ പറയുന്നത് മരുഭൂമി ആർക്കും വേണ്ടാത്ത സ്ഥലമാണ്. പക്ഷേ ദൈവത്തിന്റെ ജനമെന്നറിയപ്പെടുന്ന ഇസ്രായേലിനെ പുറത്തു കൊണ്ടുവരേണ്ട പ്രോജക്റ്റ് തുടങ്ങിയത് ഈ മരുഭൂമിക്കകത്തെ തീക്കകത്തു നിന്നാണ്. മരുഭൂമിയിൽ മോശ കണ്ട തീയാണ് ഇസ്രായേൽ എന്ന ഒരു രാജ്യത്തിന്റെ ഉത്ഭവത്തിന് കാരണമായി തീർന്നത്. മരുഭൂമിയിലാണ് പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിതൂണായും ഇസ്രായേൽ ജനം മുഴുവനും 40 വർഷം ദൈവസാന്നിധ്യം അനുഭവിച്ച സ്ഥലം. അപ്പോഴും ഇസ്രായേലിന് പറയാൻ ഒരു പദമുണ്ട്, ഇത് മരുഭൂമിയല്ലേ, സാധ്യതയില്ലാത്ത സ്ഥലമല്ലേ, ഇതിനകത്ത് ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലല്ലോ. പക്ഷെ ഈ മരുഭൂമിയാണ് ദൂതന്മാരുടെ ആഹാരം അവർക്ക് കൊടുത്തത്. ഈ മരുഭൂമിയിലാണ് 40 ലക്ഷം ജനം കുടിച്ചും ദാഹം തീർന്നിട്ടും മിച്ചം വരുമാറ് പാറയുടെ പിളർപ്പിനകത്തുനിന്ന് ഉറവയെ തുറന്നത്. ഈ മരുഭൂമിക്കകത്താണ് എവിടെ നിന്നറിയാതെ കാറ്റടിപ്പിച്ച് ദൈവം കാടപ്പക്ഷികളെ കൊണ്ടുവന്ന് നിർത്തിയത്. ഈ മരുഭൂമിയാണ് സൈന്യത്തിന് നേരെ അവർക്ക് വിജയം കൊടുത്തത്. ഇതുപോലെ മരുഭൂമികളെ നോക്കി വേസ്റ്റ് എന്ന് പറയുമ്പോഴും അതിനകത്തും മഹത്വത്തിന്റെ ഒരു ചരിത്രം പറയാൻ ബാക്കി കിടപ്പുണ്ട് കേട്ടോ. ഇത് ഞാൻ പറയുമ്പോഴും ഇതിനകത്തിരിക്കുന്ന അഭിഷക്തന്മാരെ, ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് വന്നുപോയ മരുഭൂമി പോലുള്ള അനുഭവങ്ങൾ സകലരും പറഞ്ഞത് ഇതൊരു പരാജയമാണ്, ഈ അവസ്ഥ ഇവനൊരു പരാജയമാണ്, ഈ അവസ്ഥ ഈ സഹോദരിയെ തോൽപ്പിച്ചു കളയുന്നതാണ്, ഒരു സാധ്യതയ്ക്കും വകയില്ലാത്തൊരു സാഹചര്യമാണ്. പക്ഷേ ഇന്ന് പകലിലും ഒരു ദൈവശബ്ദത്തിന് വിളിച്ചു പറയാൻ ഒറ്റ മറുപടിയുള്ളൂ, ഒരു സാധ്യതയുമില്ല എന്ന് പറയുന്ന ഈ മരുഭൂമിക്കകത്തും എനിക്ക് ദൈവാത്മാവ് പറയുന്നു, ഒരു ദൈവ മഹത്വത്തെ മരുഭൂമിയിൽ ഇറക്കി നിനക്ക് വിരോധമായി പറഞ്ഞ നെഗറ്റീവ് വാക്കുകളെ പൊളിച്ചു കളയത്തക്ക നിലവാരത്തിൽ അതിനകത്തൊരു ദൈവമഹത്വത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഇന്ന് പകൽ പരിശുദ്ധയാത്മാവിനോട് ദൂത് പറയുകയാണ്. അഭിഷക്തന്മാരെ ഏറ്റവും കൂടുതൽ മരുഭൂമിയുടെ അനുഭവം കാണുന്നത് അഭിഷക്തന്മാരാണ്. ഏറ്റവും കൂടുതൽ മരുഭൂമിക്കകത്തൂടെ യാത്ര ചെയ്യേണ്ടി വരുന്നത് ശുശ്രൂഷകന്മാരാണ്. നിങ്ങളെ നോക്കി ആത്മാവിൽ പ്രവചിക്കാം, ഒരു കാലഘട്ടം ശൂന്യത കണ്ടാലും ഇതേ മരുഭൂമിയുടെ അനുഭവത്തിനകത്ത് തന്നെ ആടുകളെ മേയിച്ചവനെ കൊണ്ട് 40 ലക്ഷത്തിൽ പരം ജനത്തെ നയിക്കാൻ കർത്താവിന് പദ്ധതി ഉണ്ടായിരുന്നത് പോലെ ഈ ദിവസങ്ങളിൽ പരിശുദ്ധയാത്മാവ് ഇതുപോലുള്ള വലിയ പ്രോജക്റ്റുകളെ നിങ്ങളുടെ മേൽ കർത്താവ് തരികയാണ്. വലിയൊരു കൂട്ടത്തെ തന്നെ നയിക്കാൻ, അവരെ ആത്മീയത്തിൽ വളർത്താൻ ഇതുപോലൊരു അഭിഷേകത്തെ പരിശുദ്ധയാത്മാവ് ഇതിനകത്തിരിക്കുന്ന അഭിഷക്തന്മാരുടെ മുകളിൽ കൈമാറുകയാണ് യേശുവിന്റെ നാമത്തിൽ. എനിക്കറിയത്തില്ല, ഇത് പറയുമ്പോൾ കർത്താവിനോട് ഇങ്ങനെ ഒരു ദൈവശബ്ദം ഇടപെടുകയാണ്. ദൈവശബ്ദത്തോട് പ്രതികരിക്കുന്നവർ വേണ്ടി
പ്രവർത്തിക്കുന്ന ഒരു ദൈവശബ്ദം ഇന്ന് പകലും ഇതിനകത്ത് ചലിക്കുന്നുണ്ട് കേട്ടോ. പല വീടുകൾക്കകത്തും ഇപ്പോൾ ഇരുന്ന് അമ്മൻ ഈ കേൾക്കുന്ന ദൈവശബ്ദത്തിന് മുഴുവൻ ഈ 40 ദിവസങ്ങളിൽ അമ്മൻ മാറി മാറി അഭിഷക്തന്മാർ വചനം കൈമാറുമ്പോൾ ഈ ദൈവശബ്ദത്തോട് ആമൻ പറഞ്ഞതിനെ സ്വീകരിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ട്. അതിനെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനം ഇതിനകത്ത് ഇരിപ്പുണ്ട്. അവരെ നോക്കി ആത്മാവിൽ പറയാം, നിന്റെ വിശ്വാസം വെറുതെയാകത്തില്ല. നീ കേട്ട ദൈവശബ്ദം ഒരിക്കലും വെറുതെ പോകത്തില്ല. നീ കേട്ടതും മുഴുവനും അതിന്റെ പ്രവൃത്തിയിൽ പൂർത്തിയാകാതെ ആ ദൈവശബ്ദം മടങ്ങി വരത്തില്ല എന്ന് പരിശുദ്ധയാത്മാവിൽ ഞാൻ ഈ ദൈവജനത്തെ നോക്കി കൈമാറി വിടുകയാണ്. യേശുവിന്റെ നാമത്തിൽ ശൂന്യത നോക്കി നിൽക്കാനായിരുന്നെങ്കിൽ അമൻ ഭൂമിയുടെ ഉത്ഭവത്തിൽ വചനം പറയുന്നു, ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ഒന്നിനും ഒരു പ്രതീക്ഷയില്ലാത്ത സ്ഥലമാണ്. അമൻ യാതൊരു വക പ്രതീക്ഷയില്ല. ആകെയുള്ളത് ആഴത്തിൽ വ്യാപരിക്കുന്ന കുറച്ച് ഇരുളും അമൻ അതിനകത്ത് തങ്ങി നിൽക്കുന്ന കുറച്ച് വെള്ളവും മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതുകൊണ്ട് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അമൻ ഒരു യാതൊരു വക പ്രതീക്ഷയില്ല. ജീവന്റെ തുടിപ്പിന് ഒരു പ്രതീക്ഷയില്ലാത്ത സ്ഥലമായി നിൽക്കുമ്പോഴും അതിന്റെ നടുവിൽ ഇറങ്ങി വന്നൊരു ദൈവശബ്ദമാണ് അമൻ ജീവന്റെ തുടിപ്പിനെ ഈ ഭൂമിയിൽ ഉളവാക്കി വിട്ടത്. ഇത് ഞാൻ പറയുമ്പോഴും എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, മരിച്ചു പോയതുപോലെ കിടക്കുന്ന വാക്തത്വങ്ങളുടെ മുകളിലും അമൻ ചത്തുപോയതുപോലെ കിടക്കുന്ന ദൈവശബ്ദങ്ങളുടെ മുകളിലും ഇന്ന് പകൽ ഒരു സാധ്യതയില്ലാത്ത ദൈവശബ്ദങ്ങളുടെ മുകളിലും എന്നോട് കർത്താവ് ഇങ്ങനെ പ്രവചിക്കാൻ പറയുന്നു, ജീവനെ വിതയ്ക്കുന്ന ദൈവശബ്ദം ഇറങ്ങി വരും കേട്ടോ. ജീവനെ കൊണ്ടുവരുന്ന ദൈവശബ്ദം ഇറങ്ങി വരും കേട്ടോ. യേശുവിന്റെ നാമത്തിൽ യെഹെസ്കേലേ, നീ താഴ്വരയ്ക്കകത്ത് നിൽക്കുന്നത് എന്തിനാ? ഈ ഉണങ്ങിയ അസ്ഥികളുടെ നടുവിൽ നിൽക്കുന്നത് എന്ത് പ്രതീക്ഷിച്ചിട്ടാ? യെഹെസ്കേലിനോട് ചോദിച്ചാൽ ഒറ്റ മറുപടി പറയാനുള്ളൂ, ഞാൻ നിൽക്കുന്നത് ഒരുവന്റെ ശബ്ദത്തിന് പിന്നിലാ. എന്നെ വിളിച്ചിറക്കിയത് ഒരുവന്റെ ശബ്ദമാണ്. പരിശുദ്ധയാത്മാവിന്റെ ശബ്ദത്തിന് പിന്നിൽ ഞാൻ ഈ താഴ്വരയ്ക്കകത്ത് നിൽക്കുമ്പോൾ ദൈവശബ്ദം അവൻ യെഹെസ്കേലിനെ നോക്കി ചോദിക്കുകയാണ്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുവോ? അവൻ യെഹെസ്കേലിന് പറയാൻ ഒറ്റ മറുപടിയേ ഉള്ളൂ, കർത്താവേ, നീ അറിയുന്നു. അവൻ യെഹെസ്കേലിന് അറിയാം, എന്റെ കഴിവ് കൊണ്ട് ഇത് ജീവിക്കത്തില്ല. എന്റെ ശബ്ദത്തിന് ഇതിനെ ജീവിപ്പിക്കാൻ കഴിയത്തില്ല. ഞാൻ എത്ര ഉപവസിച്ചാലും, ഞാൻ എത്ര മല്ല് പിടിച്ചാലും ഈ അസ്ഥി ജീവിക്കത്തില്ല. പക്ഷേ എന്നെ വിളിച്ചിറക്കിയവന്റെ ശബ്ദം ഇതിന്റെ നടുവിൽ ഇറങ്ങി വന്നാൽ, അവന്റെ ശബ്ദമായി ഞാൻ നിന്നാൽ ഈ അസ്ഥി ജീവിക്കും എന്നൊരു ബോധ്യമകത്തുണ്ട്. ഞാനിത് പറയുമ്പോൾ ഈ താഴ്വാരം പോലുള്ള മേഖലകൾക്കകത്തും അഭിഷേകമുള്ളവൻ ദൈവശബ്ദത്തെ വിതയ്ക്കാൻ തുടങ്ങിയ അതിനകത്തൊരു ജീവന്റെ തുടിപ്പ് വരും കേട്ടോ. അതിനകത്ത് അസാധാരണമായ ഉയർപ്പുകൾ സംഭവിക്കും. ഇതുവരെ വന്നിട്ടില്ലാത്തതുപോലെ സൈന്യമായ ചിലത് പൊങ്ങി വരുമാറ് ഒരു ദൈവപ്രവൃത്തി ദിവസങ്ങളിൽ പല പട്ടണങ്ങൾക്കകത്തും സംഭവിക്കുമെന്ന് യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധയാത്മാവിൽ ഞാനിത് കൈമാറുകയാണ്. ഇതിനകത്ത് എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാം പല ദേശങ്ങളിലിരുന്ന കേൾക്കുന്നത്, നിങ്ങൾക്കൊന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ, നീ കേട്ട ദൈവശബ്ദത്തെ നീ ആയിരിക്കുന്ന മണ്ണിനകത്തുനിന്ന് വിതയ്ക്കാൻ പറ്റുമെങ്കിൽ, നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവശബ്ദത്തെ ഒന്ന് ആത്മാവിൽ നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്തുനിന്ന് ഡിക്ലെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ, ചിലരെ നോക്കി ആത്മാവിൽ പ്രവചിക്കാം. നീ വിതച്ചാൽ ചിലത് എഴുന്നേറ്റ് വരും. നീ ആ ദൈവശബ്ദം വിതച്ചാൽ ഒരു സൈന്യം പൊങ്ങാൻ തുടങ്ങും. നീ ആ ദൈവശബ്ദം വിതച്ചാൽ നീ ആയിരിക്കുന്ന മണ്ണിനകത്ത് അസാധാരണമായ ദൈവപ്രവർത്തി ചലിക്കുന്നത് കാണാൻ കഴിയും. ഇന്ന് പകലും ഇത് പറയുമ്പോൾ ഇത്ര ഉറപ്പെന്നാന്നറിയാവോ? ഞാൻ നിൽക്കുന്നത് അതുപോലെ ഒരു 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 വല്ലാത്തൊരു മണ്ണിനകത്താ ഞാൻ ശുശ്രൂഷ തുടങ്ങിയത്. എന്റെ സഭ ഇരിക്കുന്നത് ഏറ്റുമാനൂരിന്റെ മണ്ണിനകത്താ. ഏറ്റുമാനൂരിന്റെ ചരിത്രം അറിയാവുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും. എങ്കിലും ഞാൻ പറയാം, നൂറ്റാണ്ടുകളുടെ പഴക്കം പറയാൻ കഴിയുന്ന ഒരു ക്ഷേത്രമുള്ള നാടാണ് ഏറ്റുമാനൂർ എന്ന് പറയുന്നത്. ഏറ്റുമാനൂർ അപ്പന്റെ നാടെന്നാണ് നാടിനെ അറിയപ്പെടുന്നത്. അതിനകത്തും എന്റെ ചർച്ചയിരിക്കുന്നത് ഈ അമ്പലത്തിന്റെ കോമ്പൗണ്ടിനകത്താണ്. ഒരുപാട് പേർ ആ സഭ തുടങ്ങിയ മേഖലയാണ് ഏറ്റുമാനൂര്. പക്ഷേ 2 വർഷത്തിലധികം അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഏറ്റുമാനൂരകത്ത് കഴിഞ്ഞ ദിവസങ്ങൾ ഞങ്ങൾ ഇറങ്ങി നോക്കിയപ്പോൾ ഞങ്ങൾക്കറിയാൻ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന 2 ചർച്ചയേ ഉള്ളൂ. അധികം കൂട്ടമൊന്നുമില്ല. പക്ഷേ ആക്റ്റീവായി സഭ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ദീർഘനാളുകൾ ആ അമ്പലത്തിന് പുറത്തൊക്കെയായിട്ട് ഏറ്റുമാനൂർ പല ഭാഗങ്ങളിൽ ആലയം തുടങ്ങിയവർ പൂട്ടിപ്പോയ സാഹചര്യത്തിൽ കഴിഞ്ഞ 3-3.5 വർഷമായിട്ട് ദൈവത്തിന്റെ കൃപയാൽ ഇപ്പോഴും ആ ദേശത്ത് നിലനിൽക്കാൻ കർത്താവ് സഹായിക്കുന്നുണ്ട്. ഒരുപാട് സ്നാനങ്ങൾ ആ പട്ടണത്തിനകത്ത് നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഒരുപാട് ജാതികളെ കർത്താവ് സഭയ്ക്കകത്ത് തന്നു. ഇതിനൊക്കെ പിന്നിൽ ഞാൻ കർത്താവിനോട് ചോദിച്ച ഒറ്റ കാര്യമുള്ളൂ, കർത്താവ്, ഇതെന്റെ കഴിവല്ല, ഇതെന്റെ മിടുക്കല്ല എന്ന് എനിക്കറിയാം. പിന്നെ എന്തുകൊണ്ടാണ് ഈ വിടുതലൊക്കെ ഈ പട്ടണത്തിൽ സംഭവിക്കുന്നത്? പിന്നെ എന്തുകൊണ്ടാണ് ഈ ജാതികൾ കയറി വരുന്നത്? പിന്നെ
എന്തുകൊണ്ട് ഈ ദേശത്തിൽ ഇത്ര സ്നാനങ്ങൾ നടക്കുന്നത്? കർത്താവ് എന്നോട് പറഞ്ഞു ഒറ്റ മറുപടിയുള്ളൂ, എടാ നീ നിൽക്കുന്നത് നിന്റെ ബലത്തിലോ നിന്റെ പാരമ്പര്യത്തിലോ അല്ല. നീ നിൽക്കുന്നത് നീ മേടിച്ചെടുത്ത സർട്ടിഫിക്കറ്റിന്റെ ബലത്തിലല്ല. നീ നിൽക്കുന്നത് ഈ പട്ടണത്തിന് മുകളിൽ ഞാൻ വിതച്ച ദൈവശബ്ദത്തിന് പിന്നില, ഞാൻ പറഞ്ഞ ശബ്ദത്തിന് പിന്നില. ഇന്ന് പകൽ ഇതുപോലെ ഏതെങ്കിലും ഒരു ക്രൈസിസിനകത്ത് നിന്ന് ശുശ്രൂഷിക്കുന്ന അഭിഷക്തന്മാരുണ്ടെങ്കിൽ അവരെ നോക്കി ആത്മാവിൽ പ്രവചിക്കാം. നീ നിൽക്കുന്നത് ഒരു വ്യക്തമായ ദൈവശബ്ദത്തിന് പിന്നിലാണെങ്കിൽ ആ ദൈവശബ്ദം നിന്നെ ചലിപ്പിക്കും. ആ ദൈവശബ്ദം പട്ടണത്തെ ഇളക്കും. നിന്റെ ശുശ്രൂഷകൾ ആ ദേശത്തിനകത്ത് പരിശുദ്ധയാത്മാവ് ചെയ്യിക്കുമെന്ന് യേശുവിന്റെ നാമത്തിൽ ഇത് പറയുമ്പോൾ അഭിഷക്തന്മാരെ വീണ്ടും വീണ്ടും കർത്താവിനോട് പ്രവചിക്കാൻ പറയുന്നു. നിങ്ങളുടെ ശുശ്രൂഷകളുടെ ലെവലുകളെ കർത്താവ് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഒരു പ്രവാചക അഭിഷേകത്തിൽ കർത്താവ് നിങ്ങളെ ലിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അസാധാരണമായ കാലഘട്ടത്തിന്റെ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ ശുശ്രൂഷയും പരിശുദ്ധാത്മാവ് എഴുതി ചേർക്കുന്നുവെന്ന് ഇത് പകൽ പരിശുദ്ധാത്മാവിനോട് ദൂത് കൈമാറാൻ പറയുകയാണ്. ഇന്ന് പകൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദൈവശബ്ദം ക്യാരി ചെയ്യുന്നവന്റെ മുൻപാകെ ഒന്നും അടഞ്ഞു നിൽക്കത്തില്ല കേട്ടോ. ദൈവശബ്ദത്തെ ക്യാരി ചെയ്യുന്നവന്റെ മുൻപാകെ ഒന്നും അടഞ്ഞു നിൽക്കത്തില്ല. ദൈവശബ്ദം ക്യാരി ചെയ്യുന്നവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ, ഒരു പ്രത്യേക നിയോഗത്തെ ക്യാരി ചെയ്യുന്നവൻ എന്തെങ്കിലും ഡിക്ലെയർ ചെയ്താൽ ചിലത് അവന്റെ മുൻപാകെ തുറന്നു വരുമെന്ന്. ദൈവശബ്ദത്തെ അതുപോലെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അവൻ നിന്റെ മുൻപാകെ ചിലത് തുറന്നു വരുമെന്ന്. പുതിയ നിയമം പഠിക്കുമ്പോഴത്തേനും ഇങ്ങനെ കാണുന്നു. അവൻ യേശു കർത്താവ് കല്ലറയുടെ മുൻപാകെ വന്നു നിന്ന് അവൻ കല്ലറയെ നോക്കി അവൻ കരയുമ്പോഴും അവൻ ദൈവം കർത്താവ് പറയുകയാണ്, ലാസറേ പുറത്തു വരിക. അവൻ മാർത്തയും മറിയും ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാകും, എന്ത് വിഡ്ഢിത്തരമാണ് ഈ യേശു കർത്താവ് പറയുന്നത്. അവൻ കല്ലറയെ നോക്കി പുറത്തു വരാൻ പറയുമ്പോഴും അവർ നോക്കുന്നത് സാധ്യതകളെയാണ്. 4 ദിവസമായി മരിച്ചിട്ട് ശരീരം അഴുകി തുടങ്ങി, നാറ്റം വമിച്ചു തുടങ്ങി. എന്നിട്ടും കർത്താവ് പറയുക, ലാസറേ നീ പുറത്തു വരിക. അവൻ മാർത്തയും മറിയും സംശയത്തോടുകൂടെ ദൈവശബ്ദത്തെ നോക്കുമ്പോഴും കർത്താവ് പറയുക, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് പകലും ഇതുപോലെ ഇതിനകത്ത് ചിലരെ നോക്കി ആത്മാവിൽ പ്രവചിക്കുന്നു. നീ കേട്ട ദൈവശബ്ദത്തെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ, വിളിച്ചിറക്കിയ ദൈവത്തെ നിനക്ക് അതുപോലെ ഒന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിന്റെ വിശ്വാസം ചില കല്ലറകളെ തുറക്കും കേട്ടോ. കല്ലറകൾക്കകത്ത് റൂമാലും ശീലയും ചുറ്റിവെച്ചതുപോലെ ഇരിക്കുന്ന വിഷയങ്ങൾ പോലും, റൂമാലും ശീലയും ചുറ്റിവെച്ചതുപോലെ ഇരിക്കുന്ന വാക്തത്വങ്ങൾക്ക് പോലും ഈ ദൈവശബ്ദത്തിന് ജീവിപ്പിക്കാൻ പറ്റുമെന്ന് യേശുവിന്റെ നാമത്തിൽ ഇത് പറയുമ്പോൾ പല വാക്തത്വങ്ങളും ഇന്ന് പകൽ പുറത്തു വരട്ടെ. കല്ലറകൾക്കകത്ത് ഒതുങ്ങിപ്പോയ വാക്തത്വങ്ങൾ ഇന്ന് പകൽ അത് പുറത്തു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങനെ തന്നെ ഡിക്ലെയർ ചെയ്യുകയാണ്. കല്ലറകൾക്കകത്ത് മൂടി വെച്ചത് മുഴുവൻ, പിശാച് മുദ്ര വെച്ച് കല്ലുരുട്ടി വെച്ച വിഷയങ്ങൾക്കകത്ത് മുഴുവൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ ആ കല്ലുകളെ ഉരുട്ടി മാറ്റിക്കൊണ്ട് എല്ലാ മുദ്രകളെയും പൊട്ടിച്ചുകൊണ്ട് ചിലത് നിന്റെ കരത്തിൽ വന്നു ചേരുമാറ് അവയെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ദൈവശബ്ദം ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അത് ഇറങ്ങി വരികയാണ്. അത് വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അതിനെ കരമടിച്ചോ അന്യഭാഷ പറഞ്ഞോ ആമേൻ പറഞ്ഞോ അതിനെ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കുക. ആയിരിക്കുന്ന സ്ഥലമല്ല വിഷയം. നീ ഇരുന്ന് ഈ ദൂത് പിടിക്കുന്ന നിന്റെ വീടായിക്കോട്ടെ, നീ ഇരുന്ന് ദൂത് പിടിക്കുന്ന നിന്റെ ജോലി സ്ഥലമായിക്കോട്ടെ, സഭയായിക്കോട്ടെ, എവിടെയാണെങ്കിലും ഈ ദൈവശബ്ദത്തിന് വ്യാപരിക്കാൻ കഴിയുമെന്ന്. പ്രകാശ വേഗതയേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം ഇന്ന് പകൽ പല വീടുകൾക്കകത്തും അസാധാരണമായ ഒരു ദൈവ പ്രവൃത്തിയെ അഴിച്ചുവിടുകയാണ്. പിശാച് കെട്ടിവെച്ചതിനെ മുഴുവനും, പിശാച് തടഞ്ഞു വെച്ചതിനെ മുഴുവനും അണ പൊട്ടി വരുന്നത് പോലെ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവശബ്ദം അതിനെ പുറത്തു കൊണ്ടുവരുന്ന പകലായിരിക്കുമെന്ന്. ഞാനിത് പറയുമ്പോഴും ആത്മാവിൽ പരിശുദ്ധയാത്മാവ് എനിക്കൊരു ബോധ്യം തരുന്നു. ഭയങ്കരമായി പുറത്തു വരുന്ന സീസൺ ആയിരിക്കും ഈ കാലഘട്ടത്തിൽ. നിങ്ങളുടെ ശുശ്രൂഷകൾ അസാധാരണമായി പുറത്തു വരും. നിങ്ങളെ ദൈവമാക്കി വെച്ച പദ്ധതികൾക്കകത്ത് ഭയങ്കരമായി സ്വർഗം നിങ്ങളെ പുറത്തു കൊണ്ടുവരുമെന്ന്. ഇന്ന് ഞാനിത് പറയുമ്പോഴും ദൈവശബ്ദത്തിന് ഉയർപ്പിക്കാൻ കഴിയും കേട്ടോ. മരിച്ചു പോയതുപോലെ കിടക്കുന്ന വിഷയങ്ങളെ ഈ ദൈവശബ്ദത്തിന് ഉയർപ്പിക്കാൻ കഴിയും കേട്ടോ. ലാസറേ നീ മരിച്ചതാ, പക്ഷെ നിന്നെ ഉയർപ്പിക്കുന്ന ഒരു ദൈവശബ്ദമുണ്ട്. യായിറോസേ നിന്റെ മകൾ മരിച്ചതാ, അവൻ സകല ജനവും പറഞ്ഞത് ഇവൾ മരിച്ചതാ, പക്ഷേ എന്റെ കർത്താവിനൊരു പദം പറയാനുണ്ട്, ഇവൾ മരിച്ചിട്ടില്ല, ഇവൾ ഉറങ്ങുകയാണ്.
എന്റെ ശബ്ദത്തിന് ഇവളെ ഉയർപ്പിക്കാൻ കഴിയും. ആമേൻ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കാം, വെളിച്ചം പോലും കയറിപ്പോകാൻ സാധ്യതയില്ലാത്ത കല്ലറയ്ക്കകത്തേക്ക് ഒരുവന്റെ ശബ്ദം തുളച്ചു കയറിയപ്പോൾ ആമേൻ മരിച്ചു കിടന്നവൻ പുറത്തു വന്നെങ്കിൽ, ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ നോക്കി പ്രവചിക്കുന്നു, ഒരു സാധ്യതയ്ക്കും പുറത്തു കൊണ്ടുവരാൻ കഴിയാതിരിക്കുന്ന വിഷയത്തിന് പോലും ഇന്ന് പകൽ അതിനെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ദൈവശബ്ദം നിനക്ക് വേണ്ടി ഇന്ന് പകൽ അത് ചലിക്കുകയാണെന്ന്. വീണ്ടും വീണ്ടും കർത്താവിൽ പലരും ചോദിച്ചൊരു ചോദ്യമുണ്ട്, കർത്താവ് ഇത് നിന്നെ കൊണ്ട് പറ്റുമോ? ഈ വിഷയത്തിന് ഡീൽ ചെയ്യാൻ നിന്നെ കൊണ്ട് പറ്റുമോ? ഈ വിഷയത്തിനകത്ത് നിനക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ? പല പ്രാർത്ഥനകളും പല ദിവസങ്ങളും പ്രാർത്ഥനാ മുറികൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന സ്ഥലമായി മാറിയപ്പോൾ ഇന്ന് പകൽ കർത്താവിനോട് പ്രവചിക്കാൻ പറയുന്നു, യഹോവയാൽ സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശങ്ങൾ ഒന്നും അസാധ്യമാകുകയില്ല എന്നും. ഇന്ന് പകൽ ഞാൻ എന്ത് പറയുമ്പോഴും ഇതിനകത്ത് ഏകദേശം ഒരു 49 ഡിവൈസുകളിൽ എന്നെ ജനം കേൾക്കുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, അഭിഷക്തന്മാരെ, നിങ്ങളെ നോക്കി, നിങ്ങളുടെ കുടുംബത്തെ നോക്കി എനിക്ക് ആത്മാവിൽ പ്രവചിക്കാൻ ഒരു പ്രാഗൽഭ്യമുണ്ട്. കാരണം ഈ ദൈവശബ്ദത്തിന് പിന്നിൽ നിൽക്കുന്നത് കൊണ്ട്. ഈ ദൈവശബ്ദമാണ് പല മേഖലകളും ഉയർത്തിയത്. ഈ ദൈവശബ്ദമാണ് പല ശൂന്യതകൾക്കകത്ത് നിറവിനെ കൊണ്ടുവന്നത്. ഇന്ന് ആ ഉറപ്പിൽ നിന്നുകൊണ്ട് എനിക്ക് പ്രവചിക്കാൻ കഴിയും, നിന്റെ വീടിനകത്തും ഇതുപോലെ ശൂന്യതകളെ നികത്താൻ കഴിയുന്ന ഒരു ദൈവശബ്ദം വെളിപ്പെടും കേട്ടോ. നിന്റെ വീടിനകത്തും ഇല്ലായ്മയെ നികത്താൻ കഴിയുന്ന ഒരു ദൈവശബ്ദം ഇറങ്ങി വരും. അവൻ നിന്റെ വീടിനകത്ത് അടുക്കളയിൽ ശൂന്യത വെളിപ്പെടാതെ, നിന്റെ വീടിനകത്ത് അവൻ വസ്ത്രത്തിന് കുറവ് വരാതെ, തലക്കെണ്ണ കുറവ് വരാതെ, ആഹാരത്തിന് കുറവ് വരാതെ, നിന്നെയും നിന്റെ തലമുറകളെയും കുടുംബത്തെയും പരിപാലിക്കാൻ കഴിയുന്ന ഒരു ദൈവശബ്ദം വെളിപ്പെട്ടു വരുമെന്ന് യേശുവിന്റെ നാമത്തിൽ. ക്ഷാമത്തിന്റെ നടുവിലും പ്രവാചകന്റെ വാക്കിന് വില കൊടുക്കുന്ന അവൻ വിധവയുടെ ഭവനത്തിനകത്ത് അവൻ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, പ്രത്യേകിച്ച് ഒരു പ്രതീക്ഷയില്ല, ആകെയുള്ള കുറച്ച് മാവാണ്. അതുകൊണ്ട് അടയുണ്ടാക്കി കഴിച്ച് അമ്മയും മോനും മരിക്കാൻ നിൽക്കുമ്പോൾ പ്രവാചകൻ പറയുന്നു, നീ ആദ്യമേ എനിക്കൊരു അടയുണ്ടാക്കി തരണം. അവന്റെ വാക്കിന് വില കൊടുത്ത വിധവയുടെ വീട്, വചനം പറയുന്നു, ആ ക്ഷാമകാലം മുഴുവനും അവളുടെ കുടുംബത്തിനകത്ത് അപ്പത്തിനും എണ്ണയ്ക്കും കുറവില്ലാതെ വണ്ണം ദൈവം ആ വീടിനെ നിറച്ചെന്ന്. ഇന്ന് പകൽ ഞാൻ ഇത് ആത്മാവിൽ കൈമാറുമ്പോൾ വീടുകളുടെ സ്ഥിതികൾക്ക് മാറ്റമുണ്ടാകട്ടെ, വീടുകളുടെ ഉയർച്ചകൾക്ക് ഒരു ദൈവശബ്ദം കാരണമായി തീരട്ടെ, തലമുറകളുടെ വിദ്യാഭ്യാസത്തിന് ഈ ദൈവശബ്ദം ഒരു കാരണമായി തീരട്ടെ, നിന്നുപോയ വിദ്യാഭ്യാസങ്ങൾ മുഴുവനും വീണ്ടും പുനരാരംഭിക്കാൻ യേശുവിന്റെ നാമത്തിൽ കർത്താവിനോട് ഇങ്ങനെ ഇടപെടുന്നു. ഈ മെഡിക്കൽ ഫീൽഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു ദൈവശബ്ദം ചില മേഖലകളെ ഒരുക്കി തരുമെന്ന്, പല സീറ്റുകളെയും ദൈവശബ്ദം ഒരുക്കി തരുമെന്ന്, അവർക്ക് വേണ്ടി സ്പോൺസർമാരെ കർത്താവ് എഴുന്നേൽപ്പിക്കുമെന്ന് കർത്താവിനോട് പ്രവചിക്കാൻ പറയുകയാണ്. ഈ നഴ്സിംഗ് പോലുള്ള മേഖലകളിൽ പഠിക്കുന്ന തലമുറകൾക്ക് വേണ്ടി ഭയങ്കരമായ ഒരു ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ കർത്താവ് ചെയ്യുമെന്ന്. ഇന്ന് പകൽ എന്നെ അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും മാതാപിതാക്കൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ദൈവശബ്ദം വെളിപ്പെട്ട് വരും കേട്ടോ. നിങ്ങളുടെ വീടിനകത്ത് ഈ ദൈവശബ്ദം വെളിപ്പെട്ട് വരും. ഈ ദൈവശബ്ദം ചില സ്പോൺസർമാരെ നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ചു തരുമെന്ന് യേശുവിന്റെ നാമത്തിൽ. ഇന്ന് പകലും ഞാൻ ഈ ദൈവശബ്ദം ഇവിടെ കൈമാറുമ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ആമേൻ. ഇന്ന് പകൽ നമ്മളെ ചലിപ്പിക്കാൻ കഴിയുന്നത് ഈ ദൈവശബ്ദം. ഇല്ലായ്മയ്ക്കകത്ത് നമ്മളെ ചലിപ്പിക്കാൻ കഴിയും, മുടങ്ങിക്കിടക്കുന്ന വിഷയങ്ങൾക്കകത്ത് നമ്മളെ ചലിപ്പിക്കാൻ കഴിയും, പിശാച് നിശ്ചലമാക്കി വെച്ച എല്ലാ മേഖലകൾക്കകത്തും നമ്മളെ വീണ്ടും ചലിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവശബ്ദമാണ് ഇന്ന് പകൽ നമ്മുടെ വീടുകൾക്കകത്ത് ഇറങ്ങി വന്നത് എന്നൊരു ബോധ്യം എനിക്കുണ്ട്. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ ആത്മാവിൽ പ്രവചിക്കാം, നമുക്ക് വേണ്ടി അസാധാരണമായ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഈ മിനിസ്ട്രിക്ക് വേണ്ടി കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും. ഇതിനകത്ത് അഭിഷക്തന്മാർക്ക് വേണ്ടി ഒരു വ്യക്തമായ ദൈവശബ്ദം ചിലത് ചെയ്തു തരുമെന്ന്, ഇതിനകത്ത് ദൈവമക്കൾക്ക് വേണ്ടി ഭയങ്കരമായ അത്ഭുതങ്ങളെ ഈ ദൈവശബ്ദത്തിന് ചെയ്യാൻ കഴിയുമെന്ന് ഈ ദിവസങ്ങൾ പരിശുദ്ധയാത്മാവ് നമ്മുടെ വീടുകൾക്കകത്ത് ചെയ്യട്ടെ. അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ വലിയ ദൈവപ്രവൃത്തികൾ കാണുമെന്ന ദൂതന്റെ വാക്ക് ഞാൻ അതുപോലെ ഇതിനകത്തുള്ള ദൈവമക്കളെ നോക്കി ആത്മാവിൽ കൈമാറുന്നു, അഭിഷക്തന്മാരെ നോക്കി ആത്മാവിൽ കൈമാറുന്നു. അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ വലിയ ദൈവപ്രവർത്തികൾക്ക് സാക്ഷ്യം പറയത്തക്ക നിലവാരത്തിൽ കർത്താവ് വലിയ കാര്യങ്ങൾ ഈ മിനിസ്ട്രിക്ക് വേണ്ടി, ഇതിനകത്തെ അഭിഷക്തന്മാർക്ക് വേണ്ടി, ഇതിനകത്തെ ദൈവമക്കൾക്ക് വേണ്ടി യേശുവിന്റെ നാമത്തിൽ 2026 ഒക്ടോബർ 11 ഭയങ്കരമായ കാര്യങ്ങൾ കർത്താവ് ചെയ്തു എന്ന് പറയത്തക്ക നിലവാരത്തിൽ സാക്ഷ്യങ്ങൾ ഉളവായി വരട്ടെ. ഞാൻ യേശുവിന്റെ നാമത്തിലെ പ്രവചന ശബ്ദത്തെ അതുപോലെ ഡിക്ലെയർ ചെയ്ത് വിടുകയാണ്.
ഒരു നിമിഷം നമ്മളായിരിക്കുന്ന സ്ഥലങ്ങൾ നമ്മുടെ കണ്ണുകളെല്ലാം അടയട്ടെ. ഞാൻ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുകയാണ്. ഒറ്റ വാക്കിൽ പ്രാർത്ഥിച്ച് ഞാൻ ബിഷപ്പിലേക്ക് സമയത്തെ കൈമാറുന്നു. ഒറ്റ നിമിഷം എല്ലാ കണ്ണുകളും ഒന്ന് ദൈവസ്ഥാനത്തിൽ അടയട്ടെ. ഒന്നായിരിക്കുന്ന സ്ഥലങ്ങളിൽ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ അന്യഭാഷകൾ 1-2 മിനിറ്റുകൾ അധരം തുറന്നൊന്ന് പ്രാർത്ഥിച്ചു. ഭയങ്കരമായ കാര്യങ്ങൾ ഇന്ന് പകൽ പല വീടുകൾക്കകത്തും അവൻ കർത്താവ് ചെയ്യുകയാണ്. നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ചിന്തകൾക്കും അപ്പുറമായ വിഷയങ്ങൾ, മാനുഷിക ചിന്തകൾക്ക് അതീതമായത് ഇന്ന് പകലിലും പരിശുദ്ധയാത്മാവ് നമ്മുടെ വീടുകൾക്കകത്ത് ചെയ്യുന്നുവെന്ന് രാജാല ഹന്തരാധര ഉടബാ ദരക ദരകടക ചുടബല ബലബല ഹതര പ്രൗഢപര ശമാർദ്ധരാധരാധര. നല്ല പിതാവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുകയാണ്. കർത്താവ്, ദേശത്തിന്റെ പല ഭാഗങ്ങളായിരുന്ന് ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് പകൽ ഇവിടെ ഇരുന്ന് ഞങ്ങൾ ആരാധിക്കുമ്പോൾ, ഈ ദൈവവചനം കേൾക്കുമ്പോൾ, കർത്താവെ, എന്നെ കേൾക്കുന്ന ഈ സകല ദൈവമക്കളെയും അഭിഷക്തന്മാരെയും കുഞ്ഞുങ്ങളെയും അവരുടെ ഭവനങ്ങളെയും ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഇവരുടെ മുകളിൽ വെളിപ്പെടാനുള്ള എല്ലാ ദൈവത്തിന്റെ പദ്ധതികളും അതുപോലെ വെളിപ്പെട്ട് വരട്ടെ. കർത്താവെ, ഏത് സാഹചര്യത്തിനകത്തൂടെ ഇവർ കടന്നു പോകുന്നുവെങ്കിലും അതിനകത്ത് ഇവരെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവശബ്ദം ഇന്ന് പകലിലും ഇവരെ യേശുവിന്റെ നാമത്തിൽ ആ ദൈവശബ്ദം പുറത്തു കൊണ്ടുവരട്ടെ. ഞാൻ ഇവരെ ഹൃദയം തുറന്ന് ബ്ലസ് ചെയ്യുന്നു. നൽകിയ അധികാരത്തിലും ആക്കി വെച്ച ഓഫീസിനകത്ത് നിന്നുകൊണ്ട് ഇന്ന് പകൽ ഈ ശുശ്രൂഷകളെ, ഈ മിനിസ്ട്രിയെ, ഇതിനെ ലീഡ് ചെയ്യുന്ന അഭിഷക്തനെ, കുടുംബത്തെ, ഇതിനകത്തുള്ള എല്ലാ അഭിഷക്തന്മാരെ, ദൈവജനത്തെ, തലമുറകളെ ഞങ്ങൾ ഒരുമിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധയാത്മാവിന്റെയും നാമത്തിൽ ഹൃദയം തുറന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവം അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും ഇവർക്ക് വേണ്ടി ചെയ്യട്ടെ. വീര്യപ്രവൃത്തികൾ വെളിപ്പെട്ട് വരട്ടെ. ദൈവശബ്ദം ചിലത് ഉളവാക്കി എടുക്കട്ടെ. ശൂന്യതകളുള്ള വീടുകൾക്കകത്ത്, ശൂന്യമായി കിടക്കുന്ന വീടുകൾക്കകത്ത് ദൈവശബ്ദം ചിലത് ഉളവാക്കി എടുക്കട്ടെ. ഞങ്ങൾ ഹൃദയം തുറന്ന് ബ്ലസ് ചെയ്യുന്നു. ശുശ്രൂഷിപ്പിക്കാൻ ലഭിച്ച ഈ സമയത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഉപയോഗിച്ചതിനെ നന്ദി പറയുന്നു. എല്ലാ പ്രവചന ശബ്ദങ്ങളും അതുപോലെ ഞങ്ങൾ കർത്താവിന്റെ കരങ്ങളിൽ കേൾപ്പിക്കുന്നു. കർത്താവ്, ഞങ്ങളാൽ അസാധ്യം, പക്ഷെ ദൈവത്താൽ സകലവും സാധ്യമെന്ന് ഞങ്ങൾ അറിയുന്നു. ഈ ദൈവശബ്ദം ഞങ്ങൾക്ക് വേണ്ടി സകലതും ചെയ്തതിനെ ഞങ്ങൾ നന്ദി പറയുന്നു. ഒരുമിച്ച് ജനത്തെ ബ്ലസ് ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട കൃപകൾക്കായി നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.